ജീവിതത്തിൻ്റെ അവസാനമല്ല. വിധവ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒരു വാക്കുണ്ടോ? എന്തിനാ അങ്ങനെ ഒരു വാക്ക്? എന്നാൽ ബാക്കി ഒരു കുറ്റവും ചെയ്യാത്ത ആൾക്കാരെയാണ് വിധവ എന്ന് വിളിക്കുന്നത്. അങ്ങനെ പല ആൾക്കാരും ഒരു കുറ്റവും ചെയ്യുന്നില്ല, അവർക്കൊന്നും ഈ വിളിപ്പേരില്ല വിധവ എന്നുള്ളത്. ആ വിധവ എന്നുള്ള വിളിപ്പേര് കൊണ്ടാണ് പല ആൾക്കാരും എന്താവുന്നത്, വീട്ടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുന്നത്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ വയ്യ, ഭർത്താവ് മരിച്ചാന്ന്, അവൾക്ക് ഐശ്വര്യമില്ല. ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട്, കല്യാണ വീടുകളിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇവർ പിന്നോട്ടാണ്, എല്ലാത്തിലും അവരെ പിന്നോട്ടാക്കും. അത് എന്തിനാണ് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മളെ സമൂഹം ഇപ്പോഴും അത് നന്നാവുകയില്ല. നമ്മൾ ഓരോ സ്ത്രീകളും വിചാരിച്ചാൽ മാത്രമേ നന്നാവുള്ളൂ, അല്ലാതെ സമൂഹം നന്നാവുന്നില്ല. വിധവ എന്ന് വിളിക്കുന്നവർ തന്നെ സ്വയം ഉയർന്നു വന്നു കഴിഞ്ഞാലേ അതിനൊരു മാറ്റം കാണും. ഇന്നും വീടുകളിൽ അരിയിടുക, അരിയിട്ട് ആശീർവദിക്കലൊക്കെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ ചിന്തിക്കും. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, വിളക്ക് വെച്ച് അരിയിട്ട് ആശീർവദിക്കാൻ പറ്റാത്ത ഒരു ലേഡീനെ മാറ്റി നിർത്തുമ്പം ആ ദൈവം തന്നെ കാണുന്നില്ല എല്ലാം. ഓക്കെ, അതിലേക്ക് നമുക്ക് ഇതാ പറയാം. ഞാൻ ഈ വിധവ എന്ന വാക്ക് പോസ്റ്റിലിട്ട തന്നെ അങ്ങനെയുള്ളവർ കണ്ടെങ്കിൽ കേട്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളൊരാളെ നഷ്ടപ്പെടുന്നതൊന്നും ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന തന്നെയാണ്. കാരണം നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്തൊരാൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് പോകുമ്പം എപ്പോഴും അത് വേദന തന്നെയാണ്. ആ ശൂന്യത ഒന്നും വേറൊരാൾക്ക് പൂർണ്ണമായി നികത്താനൊന്നും ആവില്ല. അതൊക്കെ പച്ചയായ സത്യങ്ങളാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, കരഞ്ഞിരിക്കുമ്പം നമ്മളെ സ്നേഹിക്കുന്നവർ വേറെയുണ്ട്, അവർക്ക് വേണ്ടി ജീവിക്കണം. നമ്മളാവശ്യമുള്ളവർ വേറെയുണ്ട്, അവർക്കും വേണ്ടി ജീവിക്കണം എന്ന് എപ്പോഴും ചിന്തിക്കണം. അത് മാത്രമല്ല, അത് നമ്മളെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആരെങ്കിലും നമ്മളെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ കൂടെ പോയി മരിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മളെ മനസ്സിൽ ആ ചിന്തയുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മളെ ആവശ്യമുള്ളവരുണ്ട് എന്ന്. പ്രത്യേകിച്ച് ഒരു ചെറുപ്പമുള്ള അമ്മയാണെങ്കിൽ ചെറിയ മക്കളുണ്ടാവും, അവർക്ക് വേണം ഈ അമ്മേനെ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം സഹിക്കുന്നത്. പിന്നെ ചില ദിവസങ്ങളിലെല്ലാം നമ്മൾ എത്ര കരഞ്ഞ്, ഇപ്പം ഒരു മരണം നടന്നാൽ നമ്മൾ കരഞ്ഞ് ആ ഒരു ഇങ്ങനെ കരഞ്ഞിരുന്ന് തീർക്കും. അത് കരഞ്ഞോളൂ, എത്ര ദിവസം വേണ്ടിക്കലും. കാരണം നമ്മളെ മനസ്സൊന്ന് ക്ലിയർ ആണ്ടിക്കൽ ആ കരച്ചിൽ അത്യാവശ്യമാണ്. പക്ഷെ ആ കരച്ചിൽ നീണ്ടു പോകുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതൊരു ഡിപ്രസ്ഡ് മൂഡിലേക്ക് അത് പോവും എന്നുള്ളതുകൊണ്ടാണ് കുറച്ച് ദിവസം കരഞ്ഞോളൂ എന്ന് പറയുന്നത്. ചില ദിവസങ്ങളിൽ എല്ലാം തകർന്നു പോയ പോലെയും മുന്നോട്ട് പോകാൻ ഇനി എനിക്ക് വയ്യ എന്ന് തോന്നുന്ന പോലെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. വയ്യ എന്ന് പറയുമ്പം 1 2 3 എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേറ്റിരിക്കണം. അവിടെയാണ് നമ്മളെ മനസ്സിൻ്റെ വിജയം. അത് നമ്മളോട് പറയാൻ ഒരാളും ഉണ്ടാവില്ല, ഒരാളും. എല്ലാം ഉണ്ടായിട്ടും ആരുമില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെയൊരു അവസ്ഥയിലെത്തുമ്പം നമ്മളെ തന്നെ ഉയർത്തുക എന്നല്ലാതെ വേറെ ഒരു വഴിയും ആരും കാണിച്ചു തരില്ല. കഴിയില്ലെന്ന്
നമുക്ക് തോന്നുന്ന മുന്നോട്ട് പോകണം. പിന്നെ നമ്മൾ ഓർക്കണ്ടേ, നമ്മളെ കഥ അവിടെ അവസാനിക്കുന്നില്ല. ഓരോ മനുഷ്യനും ഓരോ കഥകൾ ഈ ഭൂമിയിൽ ജീവിച്ച് തീർത്തിട്ടാണ് പോകണ്ടേ, അല്ലേ? അപ്പം നമ്മളെന്നൊരു വ്യക്തി അവിടെ ബാക്കിയാവുന്നുണ്ട്. ആ വ്യക്തിക്ക് പിന്നെയും ജീവിതത്തിൽ പല റോളുകളെടുത്ത് കഥ പൂർത്തിയാക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എണീക്കുക, പുഞ്ചിരിക്കുക, പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക. കാരണം ഓർമ്മകൾ ഒരിക്കലും മാഞ്ഞൊന്നും പോകില്ല. അവർ നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അവരവിടെ നിന്നോട്ടെ. പിന്നെ നമ്മൾ ആ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുമ്പം, പിന്നെ നമ്മൾ ഓർക്കുമ്പം നമ്മൾക്ക് എന്താ മനസ്സിൽ തോന്നുക? അവർ തന്ന സ്നേഹവും കരുതലുമാണ് ഓർമ്മ വരിക. അവിടെ കണ്ണ് നിറയില്ല അന്ന്. ആ സമയത്താണ് നമുക്ക് എല്ലാത്തിനുമുള്ളൊരു ഊർജം നമുക്ക് കിട്ടും. അവർക്ക് വേണ്ടി അവർ കാണാൻ, അവരെ സന്തോഷം, അല്ലെങ്കിൽ ആത്മാവുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ലെങ്കിലും നമ്മളെ സ്നേഹത്തോട് ചേർത്ത് വെച്ച ആ വ്യക്തിൻ്റെ സന്തോഷം, നമ്മളെ സന്തോഷം ആണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് എല്ലാം നമുക്ക് ചെയ്യാൻ തോന്നും. ഒരിക്കലും ഒരു പ്രതീക്ഷയും അപ്പോൾ ഇല്ലാതാവില്ല. ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ കുറേ ഒരു 1-2 വർഷം കഴിയുമ്പോൾ അവരോട് നിങ്ങളൊന്ന് ഭർത്താവിനെ പറ്റി പറഞ്ഞു നോക്കിയേ. അവരെ മനസ്സിൽ കണ്ണിൽ വെള്ളമൊന്നും അറിയില്ല, പക്ഷേ അവരെ മുഖത്തൊരു ഒരു 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 മുഖം ഉണ്ടാവും. ആ മുഖത്തിൽ കാണാം അവരോടുള്ള സ്നേഹവും കരുതലും അപ്പോഴും മനസ്സിൽ. പക്ഷേ കരയില്ല, കാരണം അവരുടെ മനസ്സിൽ മരിച്ചുപോയ ആൾ അങ്ങനെയുണ്ട്. അതാ പറഞ്ഞ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതാണ് നമ്മൾ പറയുന്നത്. അത് ഒരു സ്നേഹത്തിൻ്റെ അടയാളമാണ്. നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഒരു ചെറിയ ചിരി ചിരിക്കുമ്പോൾ അതൊരു സ്നേഹത്തിൻ്റെ അടയാളമാണ്. കരയാം, വിശ്രമിക്കുക, കരയുക, സഹായം ചോദിക്കുക, ഇതൊന്നും ഒരു ബലഹീനതയായിട്ട് കാണണ്ട. ഇതൊന്നും ഒരു ബലഹീനതയല്ല. നമുക്ക് വിചാരിക്കുമ്പോൾ കരയാം എന്തെങ്കിലും വിഷമം വരുമ്പം. ഈ കരയാതെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നവരെ കാണാം. അത് ആണുങ്ങളായാലും. ആണുങ്ങൾ കരയരുത് എന്നൊക്കെ പറയുന്ന സാഹിത്യ ഭാഷയുള്ളതുകൊണ്ട്. പക്ഷേ വികാരങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെയാണ്. രണ്ടുപേരും പൊട്ടിക്കരയണം, എന്നാൽ മാത്രമേ മനസ്സിലെ വിഷമങ്ങൾ ഒഴിഞ്ഞു പോവുള്ളൂ. അപ്പം നമുക്ക് ആരോട് വേണ്ടെങ്കിലും സഹായം ചോദിക്കുക, കരയുക, ഇതൊന്നും ഒരു ബലഹീനതയാണെന്നൊന്നും ചിന്തിക്കരുത്. പിന്നെ അവിടുന്ന് നമ്മളോരോ ജീവിതം പടുത്ത് ഉയർത്തണം. നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മളെ സാന്നിധ്യം വിലമതിക്കുന്നവരുണ്ട്. അതുകൊണ്ട് എന്താ, നമ്മൾ പ്രതീക്ഷ കൈവിടരുത്. അവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഒരിക്കൽ ജീവിതം തകർന്നു പോയാൽ അതിനെ പിന്നെയും നമ്മൾ വീടെടുക്കുന്ന പോലെ, വീട് പണിയുന്നത് പോലെ നമ്മൾ പണിയെടുക്കണം. പണിതെടുക്കണം. അതായത് ഒരു പുതിയ വീട് പണിയുന്നത് പോലെ ജീവിതം പടുത്തുയർത്തണം. ആ യാത്രയിൽ നിങ്ങൾ ഒറ്റക്കൊന്നുമല്ല. ഓരോ പുതിയ പ്രഭാതവും പിന്നെ പ്രതീക്ഷയുടെ വാതിൽ നിങ്ങൾക്ക് തുറന്നു തരും. എല്ലാം നെഗറ്റീവായിട്ട് എനിക്കൊന്നും നല്ലത് കിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ നമ്മളെ പോസിറ്റീവ് എനർജിയിലേക്ക്, നമ്മളൊരു നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുമ്പം പെട്ടെന്ന് തന്നെ നമ്മൾ പിന്നോട്ടേക്ക് വരുന്ന, ആവില്ല എനിക്ക്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കാവും എന്ന് വിചാരിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങാം. പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുന്നതൊക്കെ വലിയ വേദനയാണ്. അതൊക്കെ നഷ്ടപ്പെടുന്നവർക്ക് ആ വേദന അറിയുള്ളൂ. ആ ശൂന്യത
അത് നമുക്കൊന്നും പൂർണ്ണമായിട്ടൊന്നും അവർക്ക് മാറ്റിക്കൊടുക്കാനൊന്നും പറ്റില്ല. ആ ശൂന്യത, ആ നഷ്ടം ഒന്നും നമുക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിലെല്ലാം തളർന്നു പോയി എന്നൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, നമ്മളെ കഥ, എൻ്റെ ജീവിതത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും തുടങ്ങണം. അതിന് എൻ്റെ പുഞ്ചിരി ഇനിയുള്ള ദിവസങ്ങളിൽ വിടരണം. കാരണം നിങ്ങളെ സ്നേഹിക്കുന്നവർ ചുറ്റുമുണ്ട്, നിങ്ങളെ മനസ്സിലാക്കുന്നവർ ചുറ്റിലുമുണ്ട്, എല്ലാവരും. ജീവിതം ചിലപ്പോൾ അപ്രതീക്ഷിതമായി ഇതുപോലത്തെ നഷ്ടങ്ങളൊക്കെ സമ്മാനിക്കും. എന്നാൽ ഒരു നഷ്ടവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒന്നും മൂല്യം കുറക്കുന്നില്ല. നമ്മൾക്കൊരു മൂല്യമുണ്ട് അല്ലേ? നമ്മുടെ ജീവിതം, നമ്മൾക്കൊരു മൂല്യം അതുണ്ട്. അത് മറ്റുള്ളവർ മൂല്യമിട്ട് തരേണ്ടതല്ല. അത് നമ്മളാലിടേണ്ട ഒരു മൂല്യമാണ് നമ്മളെ ജീവിതത്തിന്. അത് നമ്മൾ ജീവിതത്തിന് ഇട്ട് കാണിക്കണം. പിന്നെ നമുക്ക് അറിയുന്ന ആരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിഷമങ്ങളെല്ലാം പങ്കുവെക്കുക, പിന്തുണ ചോദിക്കുക. അത് നല്ലൊരാളായിരിക്കണം. അങ്ങനെ മെല്ലനെ നമ്മൾ ജീവിതത്തിലേക്ക് വരണം. പ്രതീക്ഷകൾക്ക് എപ്പോൾ ഒരു പ്രഭാതമുണ്ട്, അറിയാലോ. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞ, സമൂഹത്തിൻ്റെ ആ പേരിന് ഒരു ചെവി മറ്റേ ചെവിയിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളുമില്ലാതെ നിങ്ങൾ സന്തോഷിച്ച് ജീവിക്കും. എന്നും നമ്മളെ സമൂഹത്തിന് ആലോചിച്ച് ജീവിക്കുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. വീണെടുക്കുന്ന നമ്മൾ എഴുന്നേൽക്കുക മറ്റുള്ളവർക്ക് വേണ്ടി. മറ്റുള്ളവർ എന്ന് പറയുന്നത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. അവർക്ക് വേണ്ടി നമ്മൾ എഴുന്നേൽക്കുക, അവർക്ക് വേണ്ടി നമ്മൾ സന്തോഷിക്കുക, എല്ലാ പ്രതീക്ഷകളും അവർക്ക് കൊടുക്കുക, അത് നേടിക്കൊടുക്കുക. അങ്ങനെയുള്ളൊരു ജീവിതം പിന്നെ നമ്മൾക്ക് മുന്നോട്ട് കാത്തിരിക്കുന്നുണ്ട്. അതാണ് പിന്നെയുള്ള ജീവിതം. നഷ്ടപ്പെട്ടവർ മാറോട് മനസ്സിൽ ചേർത്തിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് ഒരിക്കലും തളർന്നു പോകരുത്.